How can we make question tag? ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അവസാനം തീർച്ച വരുത്തുവാനായി ചേർക്കുന്ന ഷോർട്ട് ക്വസ്റ്റ്യനുകളാണ് ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിരവധി നിയമങ്ങളുണ്ട്. ഹീസ് ഹാപ്പി ഈസ് ഇൻ ഹീ. അവൻ സന്തോഷവാനാണ് അല്ലേ? ഹീസ് നോട്ട് ഫ്രം ഇന്ത്യ ഈസ് ഹീ. അദ്ദേഹം ഇന്ത്യയിൽ നിന്നുള്ള ആളല്ല ആണോ? ഇതിൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതാണെന്ന് നമുക്കറിയാം. ഹീസ് ഹാപ്പി, ഹീസ് നോട്ട് ഫ്രം ഇന്ത്യ, ഇവയാണ് സ്റ്റേറ്റ്മെൻറ്റുകൾ. ഇതിലെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് ഈസിൻറ്റ് ഹീയും ഈസ് ഹീയുമാണ്. ആദ്യത്തെ സെൻറ്റൻസ് സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ഇതിലെ ടാഗ് എന്ന് പറയുന്നത് നെഗറ്റീവിലാണ് എന്ന് മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ സെൻറ്റൻസിൽ ഹീ ഈസ് നോട്ട് ഫ്രം ഇന്ത്യ എന്നതിൽ ഒരു നോട്ട് വന്നിരിക്കുന്നതിനാൽ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇതിലെ ടാഗ് ശ്രദ്ധിക്കുമ്പോൾ അത് പോസിറ്റീവാണ്, ഈസ് ഹീ. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒന്നാമത്തെ നിയമമാണ് ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പോസിറ്റീവ് ദ ടാഗ് വിൽ ബി നെഗറ്റീവ്. സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവിലായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ തിരിച്ചും വരും. ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നെഗറ്റീവ് ദ ടാഗ് വിൽ ബി പോസിറ്റീവ്. സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒന്നാമത്തെ നിയമമാണ് ഫസ്റ്റ് റൂൾ. ഹീ റിയർലി കംസ് ഹിയർ ഡസ് ഹീ. ഈ സ്റ്റേറ്റ്മെൻറ്റ് ടാഗായി കൊടുത്തിരിക്കുന്നത് പോസിറ്റീവിലാണ്, അതായത് ഡസ് ഹീ. എന്നാൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ എവിടെയും നോട്ട് എന്ന് വന്നിട്ടില്ല, പക്ഷേ ടാഗ് പോസിറ്റീവിലാണ് തന്നിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം എന്താണ്? അവൻ അപൂർവമായി ഇവിടെ വരുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ അപൂർവമായി എന്ന് കൊടുത്തിരിക്കുന്ന വാക്ക് റയർലിയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില വാക്കുകൾ സ്റ്റേറ്റ്മെൻറ്റിലുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവായിരിക്കും. അപ്പോൾ സ്വാഭാവികമായി ടാഗ് പോസിറ്റീവ് ആവും. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ നിയമം സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ നേരെ തിരിച്ചും. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കടമ്പ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടെത്തുക എന്നതാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ നോട്ട് എന്ന പദമുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ചില വാക്കുകൾ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട് എങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് സ്വാഭാവികമായും നെഗറ്റീവ് ആവും. അത് ഏതാണ് ആ വാക്കുകളെന്ന് നമുക്ക് നോക്കാം. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ വാക്കുകൾ ഒരു സ്റ്റേറ്റ്മെൻറ്റിലുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഉൾപ്പെടുത്തുന്നുവെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിന് ഒരു നെഗറ്റീവ് ഫീല് ഉണ്ടാകും എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കുക. ഈ വാക്കുകളെ നമ്മൾ പഠിച്ചു വയ്ക്കുകയും ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വളരെയധികം പ്രയോജനപ്രദമാണ് എന്ന കാര്യം ഓർത്തു വയ്ക്കുക. ക്വസ്റ്റ്യൻ ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒന്നാമത്തെ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു സ്റ്റേറ്റ്മെൻറ്റിലെ ഓക്സിലറി വെർബിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ടാഗ് ഉണ്ടാക്കുന്നത്. നമുക്കാദ്യം പ്രസൻറ്റ് ടെൻസിലുള്ള ഓക്സിലറി വെർബുകൾ എങ്ങനെയാണ് ടാഗിൽ വരുന്നത് എന്ന് നോക്കാം. ഡു പ്ലസ് നോട്ട് ഡോണ്ട്, അതുപോലെ ഡസ് പ്ലസ് നോട്ട് ഡസിൻറ്റ്. ബിയുടെ ഫസ്റ്റ് ഫോമായ അതായത് V1 ഫോമായ ഈസ് പ്ലസ് നോട്ട് ഈസിൻ്റായും ആർ പ്ലസ് നോട്ട് ആറിൻ്റായും മാറുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആം പ്ലസ് നോട്ട് ആറിൻ്റായി മാറുന്നു. ആം പ്ലസ് നോട്ട് ടാഗിലേക്ക് വരുമ്പോൾ ആറിൻ്റായി മാറും. ഇതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇവിടെ ഐ ആം ലേറ്റ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ആറിൻറ്റ് ഐ അല്ലേ? അതിൽ നമുക്ക് പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ, അതായത് ഐ ആം നോട്ട് ലേറ്റ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവാണ് എന്ന് നമുക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ അതിൻ്റെ ടാഗ് ആം ഐ. അതായത് സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ അതിലെ ഓക്സിലറി വെർബ് ആം ആണെങ്കിൽ അതിൻ്റെ ടാഗായി വരുന്നത് ആറിൻറ്റ് ആണ് എന്ന കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ അതിലെ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ആം ആണ് എങ്കിൽ അതിൻ്റെ ടാഗിലേക്ക് വരുമ്പോഴും ആം തന്നെയാണ് എന്ന കാര്യം ഓർത്തു വയ്ക്കുക. അപ്പോൾ പ്രസൻറ്റ് ടെൻസിലുള്ള മറ്റ് ഓക്സിലറി വെർബുകൾ ഹാസ് പ്ലസ് നോട്ട് ഹാസിൻ്റായും ഹാവ് പ്ലസ് നോട്ട് ഹാവിൻ്റായും മാറുന്നു എന്ന കാര്യം ഓർക്കുക. ഇനി നമുക്ക് പാസ്റ്റ് ടെൻസിലെ ഓക്സിലറി വെർബുകൾ നെഗറ്റീവ് ഫോമിലേക്ക് വരുമ്പോൾ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഡിഡ് പ്ലസ് നോട്ട് ഡിഡിൻ്റായി മാറുന്നു. അതുപോലെ തന്നെ ഹാഡ് പ്ലസ് നോട്ട് ഹാഡിൻ്റായി മാറുന്നു. ഇനി ഫ്യൂച്ചർ ടെൻസിലെ ഓക്സിലറി വെർബ് വിൽ പ്ലസ് നോട്ട് ഓൺഡായി മാറുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ വ്യത്യസ്തമായി നിൽക്കുന്നത് വിൽ പ്ലസ് നോട്ട് ഓൺഡായും ആം പ്ലസ് നോട്ട് ആറിൻ്റായി മാറുന്നു എന്നതുമാണ്.
ഇനി മോഡൽ ഓക്സിലറി വെർബുകൾ എങ്ങനെയാണ് നെഗറ്റീവ് ഫോമിലേക്ക് വരുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം. അതോടൊപ്പം ഒരു പ്രത്യേക കാര്യം, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു. ഇവിടെ മോഡൽ ഓക്സിലറി വെർബ് ടാഗിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ് ഫോമിലേക്കാക്കി വരുമ്പോൾ ഷാൽ പ്ലസ് നോട്ട് ഷാണ്ടായും ക്യാൻ പ്ലസ് നോട്ട് കാണ്ടായും അതുപോലെ തന്നെ യൂസ്ഡ് ടു പ്ലസ് നോട്ട് ഡിഡിൻ്റായി മാറുന്നു എന്ന കാര്യവുമാണ് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം. ബാക്കിയൊക്കെ ഏകദേശം നോട്ട് ചേർത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവ മൂന്നുമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ റൂൾ. അടുത്തത് സബ്ജക്റ്റിനെ സൂചിപ്പിക്കുന്ന പ്രോനൗണിനെ കണ്ടെത്തുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് വളരെ സിമ്പിളാണ്. നമുക്കൊരു ഉദാഹരണം നോക്കാം. രാജു ഈസ് കമ്മിങ് ഈസ് ഇൻ ഹീ. ഇവിടെ രാജു എന്ന സബ്ജക്റ്റിൻ്റെ പ്രോനൗണാണ് ഹീ. ഇവിടെ രാധ എന്നാണ് സബ്ജക്റ്റ് എങ്കിൽ ടാഗിൽ ഷീ വരും. ടാഗിൽ ഉപയോഗിക്കുന്ന പ്രോനൗൺസുകൾ എന്ന് പറയുന്നത് ഹി, ഷീ, ഇറ്റ്, ഐ, യു, ദേവി ഇവയാണ് ടാഗിൽ ഉൾപ്പെടുത്തേണ്ട പ്രോനൗൺസുകൾ. ഇതോടൊപ്പം തന്നെ ചേർത്ത് മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. സ്ക്രീനിൽ കാണുന്നവയിൽ ആരംഭിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ടാഗിലെ സബ്ജക്റ്റ് എപ്പോഴും ദേ ആയിരിക്കുമെന്ന കാര്യം ഓർക്കുക. ഇവ കൂടാതെ ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒട്ടനവധി നിയമങ്ങളുണ്ട് എങ്കിലും ബേസിക്കായിട്ട് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട നിയമങ്ങളാണ് ഇവ. ഇതുകൂടാതെ നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമമെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ടാഗിന് ശേഷം എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരിക്കണം എന്നതാണ്. ടാഗുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള രണ്ടാമത്തെ വീഡിയോയിൽ എക്സർസൈസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ സംശയങ്ങളും നമുക്ക് തീർക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, കൂടാതെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.